വെൽക്കം ടു പി എസ് സി വേൾഡ് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് സുപ്രധാന നിയമങ്ങൾ എന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കിനുള്ളിൽ വരുന്ന മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം 2007 അഥവാ MWPSC ആക്ട് 2007 എന്നാണ്. MWPS ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. നമ്മൾ ഈ ക്ലാസ്സിൽ ചോദ്യവും ഉത്തരവും അനുബന്ധ വിശദീകരണങ്ങളുമായിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് പഠിച്ചെടുക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന വിശ്വാസത്തോടെ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യ ചോദ്യം: ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ വയോജന ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ വയോജന ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 1-നാണ്. എന്നാണ്? ഒക്ടോബർ 1-നാണ്. 1990 ഡിസംബറിൽ UN ജനറൽ അസംബ്ലി ഒക്ടോബർ 1 വയോജന ദിനമായി പ്രഖ്യാപിക്കുകയും 1991 മുതൽ ആചരിക്കുവാനും തുടങ്ങി. അപ്പോൾ 1990 ഡിസംബറിലാണ് UN ജനറൽ അസംബ്ലി ഒക്ടോബർ 1 വയോജന ദിനം അഥവാ ഇന്റർനാഷണൽ ഡേ ഫോർ ഓൾഡർ പേഴ്സൺസ് ആയി പ്രഖ്യാപിച്ചത്. അങ്ങനെ 91 മുതൽ വയോജന ദിനമായി അന്താരാഷ്ട്ര തലത്തിൽ ആചരിക്കാൻ തുടങ്ങി. ഇനി അന്താരാഷ്ട്ര മുതിർന്ന പൗരന്മാരുടെ ദിനം ശ്രദ്ധിക്കുക. അന്താരാഷ്ട്ര മുതിർന്ന പൗരന്മാരുടെ ദിനം അഥവാ ഇന്റർനാഷണൽ ഡേ ഓഫ് സീനിയർ സിറ്റിസൺസ് ആയി ആചരിച്ചു വരുന്ന മറ്റൊരു പ്രധാന ദിനമാണ് ഓഗസ്റ്റ് 21. ഓഗസ്റ്റ് 21 എന്തായിട്ട് ആചരിക്കുന്നത്? അന്താരാഷ്ട്ര മുതിർന്ന പൗരന്മാരുടെ ദിനമായിട്ട്. ഒക്ടോബർ 1 എന്ത്? അന്താരാഷ്ട്ര വയോജന ദിനമായിട്ട് ആചരിക്കുന്നത്. ഈ പറയുന്ന ഓഗസ്റ്റ് 1 മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് റീഗൻ അമേരിക്കയിൽ മുതിർന്ന പൗരന്മാരെ ആദരിക്കുന്നതിനും പരിഗണിക്കുന്നതിനും വേണ്ടി പ്രഖ്യാപിച്ച ഓഗസ്റ്റ് 21 പിന്നീട് വിവിധ രാജ്യങ്ങളിൽ സീനിയർ സിറ്റിസൺസ് ഡേ ആയി ഇപ്പോൾ ആചരിച്ചു വരുന്നുണ്ട്. സീനിയർ സിറ്റിസൺ ഡേ ആയിട്ട് ഇപ്പോൾ ആചരിച്ചു വരുന്നുണ്ട്. അതായത് അന്താരാഷ്ട്ര മുതിർന്ന പൗരന്മാരുടെ ദിനമായിട്ട് ഓഗസ്റ്റ് 21 പ്രധാനമായി ലോകമെമ്പാടും ഒക്ടോബർ 1 അന്താരാഷ്ട്ര തലത്തില് വയോജന ദിനമായിട്ട് ആചരിച്ചു വരുന്നു. വയോജന ദിനമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി 2023 വയോജന ദിനത്തിന്റെ പ്രമേയമാണ് വയോജനങ്ങൾക്കായി സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ നിറവേറ്റുന്നു. എന്താണ്? വയോജനങ്ങൾക്കായിട്ട് സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ നിറവേറ്റുന്നു എന്നാണ്. അഥവാ ഫുൾഫില്ലിംഗ് ദ പ്രോമിസസ് ഓഫ് ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ്. ഇതാണ് 2023 തീം. ഇനി നമ്മൾ 24 തീം പഠിച്ചു വെക്കണം. 24 തീമാണ് ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്നത്. 23 ചോദിക്കില്ല എന്നല്ല, 23 ചോദിക്കും. പ്രസ്താവന രീതി ചോദിക്കുമ്പോൾ വേണമെങ്കിൽ 2024 തീം ഇന്നതായിരുന്നു പറഞ്ഞിട്ട് 23 തീം വേണമെങ്കിൽ പരീക്ഷയ്ക്ക് കൊടുക്കാം. ഓക്കെ, ഒരു റാങ്ക് മേക്കിംഗ് ടോപ്പിക്കാണ് ഈ പറയുന്ന ഈ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. 2024 തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തസ്സോടെയുള്ള വാർദ്ധക്യം, ലോകമെമ്പാടുമുള്ള പ്രായമായവർക്കുള്ള പരിചരണത്തിന്റെയും പിന്തുണയുടെയും സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം. ഇതാണ് 2024 തീം. ഒന്നുകൂടെ പറയാം: അന്തസ്സോടെയുള്ള വാർദ്ധക്യം, ലോകമെമ്പാടുമുള്ള പ്രായമായവർക്കുള്ള പരിചരണത്തിന്റെയും പിന്തുണയുടെയും സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം. ഇതാണ് 2024 തീം എന്ന് പറയുന്നത്. 23 വയോജനങ്ങൾക്കായി സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ നിറവേറ്റുന്നു എന്നാണ്. അടുത്ത ചോദ്യം: ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര വയോജന വർഷമായി പ്രഖ്യാപിച്ചത് 1999 ആണ്. അന്താരാഷ്ട്ര വയോജന വർഷമായിട്ട് ആചരിക്കുന്നത് 1999. വയോജന ദിനമായി ആചരിക്കുന്നതോ ഒക്ടോബർ 1 എന്ന് മുതലാണ് ഒക്ടോബർ 1 ആചരിക്കാൻ തുടങ്ങിയത്? 91 മുതലാണ്. എന്നാണ് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര വയോജന വർഷമായി പ്രഖ്യാപിച്ചത്? 1999. അടുത്ത ചോദ്യം: ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ വേൾഡ് അസംബ്ലി ഓൺ ഏജിംഗ് നടന്നത് എവിടെയാണ്? വിയന്നയിലാണ്. നമുക്കറിയാം ഓസ്ട്രിയയുടെ ക്യാപിറ്റലാണ് ഏത്? വിയന്ന എന്ന് പറയുന്നത്. ഓസ്ട്രിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1-ാം ലോക മഹായുദ്ധത്തില് ത്രികക്ഷി സഖ്യത്തിൽപ്പെട്ട ഒരു രാജ്യമായിരുന്നു ഓസ്ട്രിയ, അല്ലെ? ഈ ഓസ്ട്രിയയുടെ ക്യാപിറ്റലാണ് ഏത്? വിയന്ന. ഈ വിയന്നയിൽ വെച്ചാണ് എന്ത്? ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ വേൾഡ് അസംബ്ലി ഓൺ ഏജിംഗ്, ആദ്യത്തെ എന്നത് ഓർത്തിരിക്കുക, ആദ്യത്തെ വേൾഡ് അസംബ്ലി ഓൺ ഏജിംഗ് വിയന്നയിലാണ് നടന്നത്. ഇനി 1982 ഓസ്ട്രിയയിലെ
വിയന്നയിൽ വെച്ച് നടന്ന ഈ സമ്മേളനം മുതിർന്ന പൗരന്മാർക്കുള്ള ശ്രദ്ധയും സംരക്ഷണവും പ്രശ്നപരിഹാരങ്ങളും ഉൾക്കൊള്ളുന്ന നിയമനിർമ്മാണത്തിന് ലോകരാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒന്നായിരുന്നു. എന്താണ്? 1982 ഓസ്ട്രിയയിലെ വിയന്നയിൽ വെച്ച് ഈ സമ്മേളനം നടന്നത്. എന്താ പേര്? ആദ്യത്തെ സമ്മേളനമായിരുന്നു അല്ലേ? എന്താ പേര്? വേൾഡ് അസംബ്ലി ഓൺ ഏജിംഗ് എന്നായിരുന്നു. ഇവിടെ നടന്നത് വിയന്നയിലായിരുന്നു. ഇനി 1982 വിയന്ന വേൾഡ് അസംബ്ലി ഓൺ ഏജിംഗിന്റെ ഫലമായിട്ടാണ് വിയന്ന ഇന്റർനാഷണൽ പ്ലാൻ ഓഫ് ആക്ഷൻ ഓൺ ഏജിംഗ് എന്ന കർമ്മ പദ്ധതി ഉണ്ടായത്. എന്താണ്? ഈ 1982 വിയന്ന വേൾഡ് അസംബ്ലി ഓൺ ഏജിംഗിന്റെ ഫലമായിട്ടാണ് വിയന്ന ഇന്റർനാഷണൽ പ്ലാൻ ഓഫ് ആക്ഷൻ ഓൺ ഏജിംഗ് എന്ന കർമ്മ പദ്ധതി ഉണ്ടായത്. നിലവിൽ ലോകരാജ്യങ്ങൾ അനുവർത്തിക്കുന്ന വയോജന നയങ്ങൾ എല്ലാം ഈ കർമ്മ പദ്ധതി പ്രകാരം ഉള്ളതാണ് എന്നും ഓർത്തിരിക്കുക. എന്താണ് കർമ്മ പദ്ധതിയുടെ പേര്? 1982 വിയന്ന വേൾഡ് അസംബ്ലി ഓൺ ഏജിംഗ് നടന്നത് 82 ഓർത്തിരിക്കുക. ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ രണ്ടാമത്തെ വേൾഡ് അസംബ്ലി ഓൺ ഏജിംഗ് നടന്നത് 2002 സ്പെയിനിലെ മാഡ്രിഡിൽ വെച്ചാണ്. സ്പെയിനിന്റെ ക്യാപിറ്റലാണ് ഏത്? മാഡ്രിഡ് അല്ലേ? നമ്മൾ റയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലെ? സ്പെയിനിന്റെ ഒരു ടീമാണ് റയൽ മാഡ്രിഡ്. ഈ സ്പെയിനിലെ മാഡ്രിഡിൽ വെച്ചാണ് എന്ത്? രണ്ടാമത്തെ വേൾഡ് അസംബ്ലി ഓൺ ഏജിംഗ് നടന്നത് അല്ലെ? 2002 രണ്ടാമത്തേത്. ആദ്യത്തെ എന്നാണ്? 1982 20 വർഷങ്ങൾക്ക് ശേഷം 2002 രണ്ടാമത്തെ വേൾഡ് അസംബ്ലി ഓൺ ഏജിംഗ് നടക്കുന്നു. ഇവിടെ വെച്ച് സ്പെയിനിലെ മാഡ്രിഡിൽ വെച്ച്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി വയോജനങ്ങൾക്കായുള്ള ദേശീയ നയം പ്രഖ്യാപിച്ചത് എന്നാണ്? ഇനി ഇന്ത്യയിൽ പ്രഖ്യാപിച്ചത് 1999 ഇന്ത്യയിൽ 99 ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര വയോജന വർഷമായി ആചരിച്ചതും 99 ഓർക്കുക. വയോജനങ്ങൾക്കായുള്ള പുതിയ ദേശീയ നയം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് 2011 വയോജനങ്ങൾക്കായുള്ള പുതിയ ദേശീയ നയം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് 2011 ആദ്യമായി വയോജനങ്ങൾക്കായുള്ള ദേശീയ നയം ഇന്ത്യയിൽ പ്രഖ്യാപിച്ചത് 99 ഓക്കെ, അതേ വർഷം തന്നെയാണ് വയോജന വർഷമായി ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര തലത്തില് ആചരിച്ചതെന്ന് ഓർത്തിരിക്കുക. ഇനി വയോജനങ്ങൾക്കായുള്ള 2011 ദേശീയ നയരൂപീകരണത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആരായിരുന്നു? എന്തോ ചോദ്യം. വയോജനങ്ങൾക്കായുള്ള ഈ 2011 ദേശീയ നയരൂപീകരണത്തിനുള്ള റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരുന്നു ശ്രീമതി മോഹിനി ഗിരി. ആരാണ്? ശ്രീമതി മോഹിനി ഗിരി ആയിരുന്നു. 2010 പുതിയ ദേശീയ നിയമനിർമ്മാണത്തിനായി ശ്രീമതി മോഹിനി ഗിരി ചെയർപേഴ്സണായ കമ്മിറ്റിയെ കേന്ദ്ര സർക്കാർ നിയമിച്ചത്. അങ്ങനെ 2011 അവര് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ആര്? ശ്രീമതി മോഹിനി ഗിരി. അടുത്ത ചോദ്യം, മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനു വേണ്ടിയുള്ള നിയമം അഥവാ ദ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് 2007 എന്നാണ്. 2007 വാർദ്ധക്യത്തെ സംബന്ധിച്ചുള്ള ഐക്യരാഷ്ട്ര സംരംഭങ്ങളിൽ ഒന്നായ 2002 മാഡ്രിഡ് ഇന്റർനാഷണൽ പ്ലാനിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ 2002 രണ്ടാമത്തെ നടന്നത് അല്ലെ? സ്പെയിനിലെ മാഡ്രിഡിൽ വെച്ചിട്ട് അതില് ഇന്ത്യ ഒപ്പുവെച്ചിട്ടുണ്ട്. തൽഫലമായി 2007 ഈ നിയമം പാർലമെന്റ് പാസാക്കി. അങ്ങനെയാണ് 2007 ഈ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്നത്. ദ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട്, അത് ചുരുക്കിയിട്ട് നമുക്ക് ഇനി MWPS ആക്ട് എന്നായിരിക്കും മുന്നോട്ട് പറയുന്നത്. MWPS ആക്ട് അഥവാ MWP ആക്ട് എന്ന് നമുക്ക് പറയാം. ഇനി MWP ആക്ട് എന്താ? MWP ആക്ട് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമമാണെന്ന് ഓർത്തിരിക്കുക. ഈ MWP ആക്ട് 2007 എത്ര അധ്യായങ്ങളും സെക്ഷനും ഉണ്ടെന്ന് നോക്കാം. 7 അധ്യായങ്ങളുമുണ്ട്, 32 സെക്ഷനുകളുമുണ്ട്. 7 അധ്യായങ്ങൾ, 32 സെക്ഷനുകൾ. ഓക്കെ. ഇനി MWP ആക്ട് 2007 വൃദ്ധസദനങ്ങളെ കുറിച്ച് പറയുന്നത് അധ്യായം 3 വൃദ്ധസദനങ്ങളെ കുറിച്ച് പറയുന്നത് അധ്യായം 3 ഇനി എന്താണ് അധ്യായം 2 പറയുന്നത്? മാതാപിതാക്കളുടെ സംരക്ഷണത്തെ കുറിച്ചാണ് അധ്യായം 2 പറയുന്നത്. അധ്യായം 2 മാതാപിതാക്കളുടെ സംരക്ഷണത്തെ കുറിച്ച് പറയുന്നു. അധ്യായം 3 വൃദ്ധസദനങ്ങളെ കുറിച്ച് പറയുന്നതെന്ന് ഓർത്തിരിക്കുക. പ്രധാനപ്പെട്ടത് മാത്രമാണ് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, MWP ആക്ട് 2007 പ്രകാരം മുതിർന്ന പൗരൻ എന്നത് ആരാണ്? മുതിർന്ന പൗരൻ എന്ന് പറയുന്നത് 60 വയസ്സ് തികഞ്ഞ ആരാണോ അവരാണ് മുതിർന്ന പൗരൻ എന്ന് പറയുന്നത്. 60 വയസ്സ് തികഞ്ഞവർ. ഇനി അടുത്ത ചോദ്യം, MWP ആക്ട് 2007 കുട്ടി എന്ന നിർവചനത്തിൽ വരുന്നത് ആരാണ്? കുട്ടി എന്ന നിർവചനത്തിൽ വരുന്നത് 3ഉം 4ഉം മാത്രമാണ്. ഓപ്ഷൻ ശരി. നമുക്ക് നോക്കാം 3ഉം 4ഉം എന്താണെന്ന്. പ്രായപൂർത്തിയായ മകൻ അല്ലെങ്കിൽ മകൾ,
പ്രായപൂർത്തിയായ ചെറുമകൻ അല്ലെങ്കിൽ ചെറുമകൾ ആരൊക്കെയാണ് കുട്ടി എന്ന ഗണത്തിൽ വരുന്നത്? പ്രായപൂർത്തിയായ മകനോ മകളോ, ഇനി പ്രായപൂർത്തിയായ ചെറുമകനോ ചെറുമകളോ. MWP ആക്ട് 2007 വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. നിയമത്തിൽ കുട്ടി എന്നത് വയോജനങ്ങളുടെ സംരക്ഷണ ധർമ്മം നിർവഹിക്കേണ്ട പ്രായപൂർത്തിയായ മകൻ അല്ലെങ്കിൽ മകൾ, പ്രായപൂർത്തിയായ ചെറുമകൻ അല്ലെങ്കിൽ ചെറുമകൾ ആണ്. നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി MWP ആക്ട് 2007 ബന്ധു അല്ലെങ്കിൽ റിലേറ്റീവ് എന്ന് സൂചിപ്പിക്കുന്നത് ആരെയാണ് നോക്കാം. MWP ആക്ട് 2007 ബന്ധു അല്ലെങ്കിൽ റിലേറ്റീവ് എന്ന് സൂചിപ്പിക്കുന്നത് കുട്ടികളില്ലാത്ത മുതിർന്ന പൗരന്മാരുടെ മരണശേഷം അവരുടെ സ്വത്ത് കൈവശം വെച്ചിരിക്കുന്നതോ അവകാശമായി ലഭിച്ചിരിക്കുന്നതോ ആയ മൈനർ അല്ലാത്ത നിയമപരമായ അവകാശിയാണ് എന്ത് പറയുന്നത്? ബന്ധു അല്ലെങ്കിൽ റിലേറ്റീവ് എന്ന് പറയുന്നത്. എന്താണ് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. എന്താണ് ബന്ധു എന്ന് പറഞ്ഞാൽ എന്താണ്? ബന്ധു സൂചിപ്പിക്കുന്നത് കുട്ടികളില്ലാത്ത മുതിർന്ന പൗരന്മാരുടെ മരണശേഷം അവരുടെ സ്വത്ത് കൈവശം വെച്ചിരിക്കുന്നതോ അവകാശമായി ലഭിച്ചിരിക്കുന്നതോ ആയ മൈനർ അല്ലാത്ത എന്ന് പറഞ്ഞാല് 18 വയസ്സിൽ മുകളിലുള്ള മൈനർ അല്ലാത്ത നിയമപരമായ അവകാശിയാണ് ഈ നിയമത്തിൽ എന്തായി പറയുന്നത്? ബന്ധു അല്ലെങ്കിൽ റിലേറ്റീവ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് 18 വയസ്സിന് താഴെയുള്ള മൈനർ കുട്ടികൾ ഈ നിയമപ്രകാരം മുതിർന്നവരുടെ സംരക്ഷണ ചുമതലയുള്ളവരുടെ വിഭാഗത്തിൽ വരുന്നില്ല എന്നത് ശ്രദ്ധിക്കുക. മൈനർ എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയാണ്. ഈ പറയുന്ന ബന്ധു അല്ലെങ്കിൽ റിലേറ്റീവ് ആരായിരിക്കണം? 18 വയസ്സിൽ മുകളിലുള്ളവരായിരിക്കണം. ഇനി അടുത്തത് MWP ആക്ട് 2007 മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം എന്ന് പറയുന്നത് അവർക്ക് ആഹാരം നൽകുക, ആരോഗ്യ പരിരക്ഷ നൽകുക, വിനോദത്തിനും വിശ്രമത്തിനുമുള്ള അവസരം കൊടുക്കുക. ആഹാരം നൽകുക, ആരോഗ്യ പരിരക്ഷ, മൂന്നാമത്തേത് വിനോദത്തിനും വിശ്രമത്തിനുമുള്ള അവസരം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ MWP ആക്ട് 2007 MWP ആക്ട് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണം വേണ്ടിയുള്ള നിയമം 2007 അല്ലെ. MWP ആക്ട് 2007 പ്രകാരം ശരിയായ പ്രസ്താവന ഏതെന്നാണ്? ഉത്തരം എല്ലാം ശരിയാണ്. നോക്കാം. മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നത് പ്രായപൂർത്തിയായ മക്കളുടെ ചുമതലയാണ്. ഒരാളുടെ ആണോ? എത്ര മക്കളുണ്ട് എന്ന് വെച്ചാൽ ആ മക്കളുടെ മൊത്തം ചുമതലയാണ് എന്ത്? മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നത്. പ്രായപൂർത്തിയായ മൈനറാണോ? അല്ല, പ്രായപൂർത്തിയായ മക്കളുടെ ചുമതലയാണ്. ഇനി അടുത്ത പോയിന്റ്, മക്കളില്ലാത്ത മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കേണ്ടത് അവരുടെ സ്വത്ത് കൈവശം വെച്ചിരിക്കുന്ന ബന്ധുവാണ്. മക്കളില്ലാത്ത മുതിർന്ന പൗരന്മാർ, അപ്പൊ അവരുടെ സ്വത്തുക്കളൊക്കെ കൈവശം വെച്ചിരിക്കുന്ന ബന്ധുക്കളായിരിക്കും. അവരുടെ അവകാശമാണെന്ത്? ആ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം എന്നത്. ഇനി അടുത്ത പോയിന്റ്, ഒരു മുതിർന്ന പൗരന് ഒന്നിൽ കൂടുതൽ അനന്തരാവകാശികൾ ഉണ്ടെങ്കിൽ മുതിർന്ന പൗരന്റെ സംരക്ഷണ ചെലവ് തുല്യമായി പങ്കിടണം. അല്ലാതെ ഈ പറയുന്ന ഒരു വീട്ടിൽ 2 മക്കളുണ്ടെങ്കിൽ മകളെ കെട്ടിച്ചു കൊടുത്തു, ശേഷം എന്താ ഈ പറയുന്ന മകൻ മാത്രമാണോ നോക്കേണ്ടത്? മകളുടെ കൂടി ഉത്തരവാദിത്തമാണ് അല്ലെ. പിന്നെ ആരാണോ സ്വത്ത് കൈവശം വെച്ചിരിക്കുന്നത്, ആർക്കാണോ കൊടുത്തത്, അവരാണ് സംരക്ഷിക്കാൻ ബാധ്യതയുള്ളത്. മറിച്ച് എന്താണ് ഈ പറയുന്ന തുല്യമായി പങ്കിടണം എന്ന് പറഞ്ഞാൽ എന്താണ്? മുതിർന്ന പൗരന് ഒന്നിൽ കൂടുതൽ അനന്തരാവകാശികൾ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ആ അനന്തരാവകാശികളുടെ മൊത്തം ചുമതലയാണ് എന്ത്? ഇവരുടെ സംരക്ഷണം എന്ന് പറയുന്നത്. പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി MWP ആക്ട് 2007 പ്രകാരം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് എന്താണ്? നോക്കാം. എല്ലാ ഉത്തരങ്ങളും ശരിയാണ്. നമുക്ക് വായിക്കാം. മുതിർന്ന പൗരന്മാർക്ക് പൊതുസ്ഥലങ്ങളിൽ പ്രത്യേക ക്യൂ അനുവദിക്കേണ്ടതുണ്ട്. ഇനി മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായി ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കണം. പിന്നെ മൂന്നാമത്തേത്, സർക്കാർ ആശുപത്രികളിലും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആശുപത്രികളിലും പ്രത്യേക കട്ടിലുകൾ മാറ്റിവെക്കേണ്ടതുണ്ട്. ഇങ്ങനെയാണ് 3 പോയിന്റ്. ഈ പറയുന്ന എന്തൊക്കെയാണ്? മുതിർന്ന പൗരന്മാർക്ക് പൊതുസ്ഥലങ്ങളിൽ പ്രത്യേക ക്യൂ അനുവദിക്കണം, മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായിട്ട് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കണം, പിന്നീട് എന്താ പറഞ്ഞത്? സർക്കാർ ആശുപത്രികളിലും അതുപോലെ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആശുപത്രികളിലും പ്രത്യേക കട്ടിലുകൾ മാറ്റിവെക്കണം. ഇനി അടുത്തത്, MWP ആക്ട് 2007 പ്രകാരം മുതിർന്ന പൗരന്മാരുടെ പരാതി പരിഹാരങ്ങൾക്കായി രൂപീകരിക്കേണ്ട ട്രൈബ്യൂണലുകളിലെ അധ്യക്ഷനാകേണ്ടത്. എന്താ ചോദ്യം? മുതിർന്ന പൗരന്മാരുടെ പരാതി പരിഹാരങ്ങൾക്കായി രൂപീകരിക്കേണ്ട ട്രൈബ്യൂണലുകളിലെ അധ്യക്ഷനാകേണ്ടത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ആരാണ്? സബ് ഡിവിഷണൽ ഓഫീസർ റാങ്കിൽ
കുറയാത്ത ഉദ്യോഗസ്ഥൻ. ഇത് സിംഗിൾ ആയിട്ടല്ല പരീക്ഷയ്ക്ക് ചോദിച്ചത്, പ്രസ്താവന രീതിയിലാണ് ചോദിച്ചത്. എന്താ? സബ് ഡിവിഷണൽ ഓഫീസർ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം എന്ത്? ഇവരുടെ പരാതി പരിഹാരങ്ങൾക്കായി രൂപീകരിക്കേണ്ട ട്രൈബ്യൂണലിലെ അധ്യക്ഷനാകേണ്ടത്. ഉത്തരം സബ് ഡിവിഷണൽ ഓഫീസർ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം എന്നത് ഓർത്തിരിക്കുക. മുതിർന്ന പൗരന്മാരുടെ പരാതി പരിഹാര ട്രൈബ്യൂണലിന്റെ വിധി അല്ലെങ്കിൽ ഉത്തരവിനെതിരെ അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ അപ്പീലിന് പോകാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ മുകളിലുള്ള അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ അപ്പീലിനും പോകാവുന്നതാണ്. അടുത്ത ചോദ്യം, MWP ആക്ട് 2007 പ്രകാരം പ്രശ്നപരിഹാരത്തിനായുള്ള ഉത്തരവുകൾക്കെതിരായിട്ട് അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ അപ്പീൽ പോകേണ്ടത് എത്ര ദിവസത്തിനകമായിരിക്കണം? 60 ദിവസത്തിനകമായിരിക്കണം. എന്താ ചോദ്യം? ഈ പറയുന്ന നിയമപ്രകാരം പ്രശ്നപരിഹാരത്തിനായുള്ള ഉത്തരവുകൾക്കെതിരായിട്ട് അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ അപ്പീലിന് പോകേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? 60 ദിവസത്തിനുള്ളിൽ പോയിരിക്കണം. അടുത്ത ചോദ്യം, MWP ആക്ട് 2007 പ്രകാരം അപ്പലേറ്റ് ട്രൈബ്യൂണൽ അധ്യക്ഷന് വേണ്ട യോഗ്യത. ഈ പറയുന്ന അപ്പലേറ്റ് ട്രൈബ്യൂണൽ അധ്യക്ഷന് വേണ്ട യോഗ്യതയാണ് ജില്ലാ മജിസ്ട്രേറ്റ് റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം. എന്താണ്? ജില്ലാ മജിസ്ട്രേറ്റ് റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം. മുകളിൽ പറഞ്ഞ സബ് ഡിവിഷണൽ ഓഫീസർ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ എന്താണ്? ഈ പരാതി പരിഹരിക്കേണ്ട ട്രൈബ്യൂണലിലെ അധ്യക്ഷനാണ് ആര്? സബ് ഡിവിഷണൽ ഓഫീസർ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ. ഈ പറയുന്ന മുകളിലെ ഉള്ള അപ്പലേറ്റ് ട്രൈബ്യൂണലിലാണെങ്കിലോ അവിടുത്തെ അധ്യക്ഷന് ജില്ലാ മജിസ്ട്രേറ്റ് റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം. ഇനി അടുത്തത്, മുതിർന്ന പൗരന്മാരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ട്രൈബ്യൂണലിൽ വക്കീലിന്റെ സേവനം ആവശ്യമില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. വക്കീലിന്റെ സേവനം ആവശ്യമുണ്ടോ? ഇല്ല. പ്രശ്നപരിഹാര മാർഗങ്ങൾ ഏറ്റവും ലളിതമാക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓർത്തിരിക്കുക, മുതിർന്ന പൗരന്മാരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ട്രൈബ്യൂണലിൽ വക്കീലിന്റെ സേവനം ആവശ്യമുണ്ടോ? ഇല്ല. അത് പ്രത്യേകം ഓർത്തിരിക്കണം. അടുത്തത്, MWP ആക്ട് 2007 പ്രകാരം മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായിട്ട് നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥനെ മെയിന്റനൻസ് ഓഫീസർ എന്നാണ് അറിയപ്പെടുന്നത്. ഇതും ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മെയിന്റനൻസ് ഓഫീസർ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായി നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥനെ മെയിന്റനൻസ് ഓഫീസർ എന്ന് അറിയപ്പെടും. അടുത്ത ചോദ്യം, MWP ആക്ട് പ്രകാരം മെയിന്റനൻസ് ഓഫീസറായി നിയമിക്കപ്പെടാൻ വേണ്ട യോഗ്യത എന്താണ്? മെയിന്റനൻസ് ഓഫീസർ എന്താണ്? ഇവർക്കായിട്ടുള്ള ഒരു സംരക്ഷണ ഉദ്യോഗസ്ഥനാണ് അല്ലെ. ഇനി ഈ പറയുന്ന സംരക്ഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള മെയിന്റനൻസ് ഓഫീസർക്ക് വേണ്ട യോഗ്യതയാണ് ജില്ലാ സാമൂഹ്യ ക്ഷേമ ഓഫീസർക്ക് താഴെയല്ലാത്ത ഉദ്യോഗസ്ഥൻ. ആരാണ്? ജില്ലാ സാമൂഹ്യക്ഷേമ ഓഫീസർക്ക് താഴെയല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം എന്ത്? ഈ പറയുന്ന മെയിന്റനൻസ് ഓഫീസർ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്തത്, മാതാപിതാക്കളെ പ്രായപൂർത്തിയായ മക്കൾ സംരക്ഷിക്കുന്നില്ല എങ്കിൽ പ്രതിമാസം എത്ര രൂപയാണ് ട്രിബ്യൂണൽ നിർദ്ദേശിക്കും വിധം നൽകേണ്ടത്? 10,000 രൂപ നൽകണം. എത്ര രൂപ നൽകണം? 10,000 രൂപയാണ് നൽകേണ്ടത്. എന്താ ചോദ്യം? മാതാപിതാക്കളെ പ്രായപൂർത്തിയായ മക്കൾ സംരക്ഷിക്കുന്നില്ല എങ്കിൽ പ്രതിമാസം എത്ര രൂപയാണ് ഈ പറയുന്ന നൽകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10,000 രൂപ നൽകണം. ഓക്കെ. അടുത്ത ചോദ്യം, MWP ആക്ട് പ്രകാരമുള്ള വൃദ്ധസദനങ്ങളിൽ പരമാവധി എത്ര അഗതികളെ വരെ പാർപ്പിക്കാൻ സൗകര്യമുണ്ട്? 150 ആണ് ഉത്തരം. 150. MWP ആക്ട് പ്രകാരമുള്ള വൃദ്ധസദനങ്ങളിൽ പരമാവധി എത്ര അഗതികളെ വരെ പാർപ്പിക്കാൻ സൗകര്യമുണ്ടെന്ന് ചോദിച്ചാൽ 150 ആണ്. ഇനി അടുത്ത ചോദ്യം, MWP ആക്ട് പ്രകാരം കേരള സർക്കാർ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായുള്ള ചട്ടങ്ങൾ അല്ലെങ്കിൽ റൂൾസ് രൂപീകരിച്ച് നടപ്പാക്കിയത് 2009-ലാണ്. 2009-ലാണ് കേരള സർക്കാർ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായിട്ടുള്ള ചട്ടങ്ങൾ രൂപീകരിച്ച് നടപ്പിലാക്കിയത്. 2009 ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം, കേന്ദ്ര സാമൂഹ്യക്ഷേമ നീതി വകുപ്പിന്റെ കീഴിലുള്ള മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള പ്രത്യേക ടോൾ ഫ്രീ നമ്പറാണ് 14567. എന്താണ്? 14567 ആണ് ഈ പറയുന്ന പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള പ്രത്യേകമായുള്ള ടോൾ ഫ്രീ നമ്പർ എന്താണ്? 14567 എന്നത് പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായിട്ട് ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ പദ്ധതികൾ. ഈ പദ്ധതികൾ 4 എണ്ണവും പഠിക്കേണ്ടതുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. താഴെ തന്നിട്ടുള്ളവയിൽ ഈ പറയുന്ന മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട
പദ്ധതികളിൽ പെടാത്തത് ഏതെന്ന് ചോദിക്കും. പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഞാൻ കണ്ടുള്ളൂ. അതായത് ഈ സെയ്ജ് എന്ന് പറഞ്ഞ പദ്ധതി ചോദിച്ചിട്ടുണ്ട്. സെയ്ജ് പദ്ധതി ആരുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം മുതിർന്ന പൗരന്മാരെന്നുള്ളത് ചെറിയൊരു 10th ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഈ 4 പദ്ധതികളും അറിഞ്ഞിരിക്കണം. എന്താണെന്ന് നമുക്ക് നോക്കാം. സെയ്ജ് പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയ്ജ് അല്ലെ, സെയ്ജിന്റെ ഫുൾ ഫോം എന്താണ്? സീനിയർ കെയർ. എന്താണ്? സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എഞ്ചിൻ എന്നാണ്. എന്താണ്? സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ സെയ്ജ് പദ്ധതിയുടെ ഫുൾ ഫോം ആണ്. ഇനി ബാക്കി നോക്കാം. RVY എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ വയോയോജന. എന്താണ്? രാഷ്ട്രീയ വയോയോജന. ഇനി IPSRC എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ സീനിയർ സിറ്റിസൺസ്. എന്താണ്? ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ സീനിയർ സിറ്റിസൺസ്. 3 നമ്മൾ പറഞ്ഞു. സെയ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എഞ്ചിൻ. സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എഞ്ചിൻ. ഇനി RVY എന്ന് പറഞ്ഞാലോ രാഷ്ട്രീയ വയോയോജന. രാഷ്ട്രീയ വയോയോജന. ഇനി 3ാമത് പറഞ്ഞത് IPSRC എന്താണ്? ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ സീനിയർ സിറ്റിസൺസ്. ഇനി SAPSRC ഉണ്ട് അല്ലെ. SAPSRC വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് സ്റ്റേറ്റ് ആക്ഷൻ ഫോർ സീനിയർ സിറ്റിസൺസ്. എന്താണ്? സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺസ്. സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺസ് എന്നുള്ളതാണ് SAPSRC. ഇനി അതെന്താന്ന് നോക്കാം. SAPSRC എന്ന പ്രോഗ്രാം സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുതിർന്ന പൗരന്മാർക്കായുള്ള പദ്ധതികളെ ഊർജിതമാക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഈ SAPSRC. അതിൽ തന്നെ ഉണ്ടല്ലേ സ്റ്റേറ്റ് എന്നുള്ളത്. അപ്പൊ പ്രത്യേകം പഠിക്കേണ്ടല്ലോ, നമുക്ക് ഓർത്തിരിക്കാമല്ലോ. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുതിർന്ന പൗരന്മാർക്ക് പദ്ധതികളാണെന്ത്? പദ്ധതികൾ ഊർജ്ജമാക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഏത്? ഈ SAPSRC എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം. മുതിർന്ന പൗരന്മാർക്ക് ഉപയോഗപ്രദമായ ഉൽപ്പന്നങ്ങളുടെ വികസനം, നിർമ്മാണം, സേവനം. ഇതാണ് മുതിർന്ന പൗരന്മാർക്ക് ഉപയോഗപ്രദമായ ഉൽപ്പന്നങ്ങളുടെ വികസനം, നിർമ്മാണം, സേവനം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്റ്റാർട്ടപ്പുകളുടെ പ്രോത്സാഹനത്തിനായുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സെയ്ജ്. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് സെയ്ജ് അല്ലെ. സെയ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എഞ്ചിൻ എന്നാണ്. അപ്പൊ സെയ്ജ് പദ്ധതി എന്താണ്? അതായത് മുതിർന്ന പൗരന്മാർക്ക് ഉപയോഗപ്രദമായ ഉൽപ്പന്നങ്ങളുടെ വികസനം, നിർമ്മാണം, സേവനം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്റ്റാർട്ടപ്പുകളുടെ പ്രോത്സാഹനത്തിനായുള്ള പദ്ധതിയാണ് ഇത് സെയ്ജ് പദ്ധതി എന്ന് പറയുന്നത്. ഇനി രാഷ്ട്രീയ വയോജന പദ്ധതി പ്രകാരമുള്ള കേന്ദ്ര സർക്കാർ സഹായങ്ങൾക്ക് അർഹതയുള്ളത് ആർക്കാണ്? രാഷ്ട്രീയ വയോജന പദ്ധതി പ്രകാരം ഈ പറയുന്ന കേന്ദ്ര സർക്കാർ സഹായങ്ങൾക്ക് അർഹതയുള്ളത് ആർക്കാണ്? BPL വിഭാഗത്തിൽപ്പെട്ടവർക്കാണ്. അതുപോലെ പ്രതിമാസം 15,000 രൂപയ്ക്ക് താഴെ വരുമാനമുള്ളവർക്കുമാണ്. ഇതാണ് BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രതിമാസം 15,000 രൂപയ്ക്ക് താഴെ വരുമാനമുള്ളവർക്കാണ് രാഷ്ട്രീയ വയോയോജന പദ്ധതി പ്രകാരം അർഹതയുള്ളത്. ഓക്കെ. അടുത്ത പോയിന്റ്, വാക്കിംഗ് സ്റ്റിക്ക്, ക്രച്ചേഴ്സ്, വീൽ ചെയർ പോലുള്ള ഉപകരണങ്ങൾ RVY പദ്ധതി പ്രകാരം ലഭിക്കുന്നത്. അപ്പൊ ഈ വാക്കിംഗ് സ്റ്റിക്കും ക്രച്ചറുകളും വീൽ ചെയറും ഒക്കെ ലഭിക്കുന്നത് RVY അഥവാ രാഷ്ട്രീയ വയോയോജന പദ്ധതി പ്രകാരമാണ് ലഭിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി വൃദ്ധസദനങ്ങള്, മൊബൈൽ മെഡിക്കൽ കെയർ യൂണിറ്റ് തുടങ്ങിയവയ്ക്ക് സഹായം ലഭ്യമാക്കുന്നത് താഴെ പറയുന്ന ഏത് പദ്ധതി പ്രകാരമാണെന്ന് ചോദിച്ചാൽ IPSRC പദ്ധതി. ഇപ്പൊ 4 പദ്ധതിയും പഠിച്ചു. IPSRC പദ്ധതി അഥവാ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ സീനിയർ സിറ്റിസൺസ് എന്നുള്ള പദ്ധതി പ്രകാരമാണ് വൃദ്ധസദനങ്ങള്, മൊബൈൽ മെഡിക്കൽ കെയർ യൂണിറ്റ് തുടങ്ങിയവയ്ക്ക് സഹായം ലഭ്യമാക്കുന്നത്. അപ്പൊ 4 പദ്ധതികളെ പറ്റി ഒന്നുകൂടെ പറയാം. എന്താണ് സെയ്ജ് പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെയ്ജ് പദ്ധതി SAG. സെയ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? സെയ്ജ് പദ്ധതി സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എഞ്ചിൻ ആണ്. സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എഞ്ചിന് എന്താണ് സെയ്ജ്? മുതിർന്ന പൗരന്മാർക്ക് ഉപയോഗപ്രദമായ ഉൽപ്പന്നങ്ങളുടെ വികസനം, നിർമ്മാണം, സേവനം എന്നിവയുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകളുടെ പ്രോത്സാഹനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് സെയ്ജ് പദ്ധതി. ഇനി രാഷ്ട്രീയ വയോയോജന RVY പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് BPL വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള പദ്ധതിയാണ്. പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് വേണ്ടിയുള്ള പദ്ധതിയുമാണ്. ഇനി വാക്കിംഗ് സ്റ്റിക്ക്, ക്രച്ചറുകൾ, വീൽ ചെയർ ഒക്കെ കൊടുക്കുന്നത് RVY പദ്ധതി പ്രകാരമാണ്. ഇനി 4ാമത്തേതോ എന്താണ്? IPSRC. അത് വൃദ്ധസദനങ്ങൾ, മൊബൈൽ മെഡിക്കൽ കെയർ യൂണിറ്റ് തുടങ്ങിയവയ്ക്ക് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണെന്ത്? IPSRC അഥവാ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ സീനിയർ സിറ്റിസൺസ് എന്നുള്ള പദ്ധതി. ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പദ്ധതി 4ാമത്തിൽ എന്താണ്? SAPSRC അല്ലെ. SAPSRC ഈ പദ്ധതി പ്രോഗ്രാം അല്ലെങ്കിൽ ഈ പ്രോഗ്രാം പ്രകാരമാണ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മുതിർന്ന പൗരന്മാർക്കുള്ള പദ്ധതി ഊർജിതമാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് എന്ത്? SAPSRC എന്നുള്ളത്.
അപ്പോൾ ഇത്രയുമാണ് മുതിർന്ന പൗരന്മാരുമായി ബന്ധപ്പെട്ട് പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ മുതിർന്ന പൗരന്മാരോട് നമ്മൾ ബേസിക് ആയിട്ട് ഇപ്പോൾ ചോദ്യോത്തര രീതിയിൽ ചെയ്തതുകൊണ്ടാണ് ഇത്രയും മാത്രം പറഞ്ഞത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സുപ്രധാന നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഈ എടുത്ത ക്ലാസ്സുകൾ മുഴുവനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും ദിവസങ്ങളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനെ കൂടെ നമ്മുടെ ചാനലിന്റെ ഭാഗമാക്കണം. അതുപോലെ നിങ്ങളുടെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കണം. സപ്പോർട്ട് ചെയ്യുന്ന ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക്